വയറ്റിൽ ഇത് ഇരുന്നുകൊണ്ട് ഒന്നും അറിയാം. ഇത് പണ്ട് 20 കൊല്ലം മുമ്പ് വെച്ചതും ആകാം, ഇപ്പോൾ വെച്ചതാണെന്നുള്ളതിന് ഒരു തെളിവുമില്ല. ഇനിയിപ്പോൾ വല്ല കെമിക്കൽ ടെസ്റ്റ് കൊണ്ട് ഇൻസ്ട്രുമെൻ്റ് പഴക്കം കണ്ടുപിടിക്കുകയോ അങ്ങനെ വല്ലതും ചെയ്യേണ്ടി വരും. അപ്പോൾ ഇപ്പോൾ യൂറിനറി സ്റ്റോണിൻ്റെ സിംറ്റമാണ്, അല്ലാതെ ഇത് മസ്കിറ്റോയുടെ സിംറ്റം അല്ല. അത് അറിയത്തില്ല, 20 കൊല്ലം ഇരുന്നാലും അറിയണമെന്നില്ല. അല്ലെങ്കിൽ അത് കുടലിൽ വല്ലതും തുളച്ച് കയറണം. ഇത് പക്ഷേ അങ്ങനെ ഒന്നും കയറിയിട്ടില്ല. ഇങ്ങനെ വെർട്ടിക്കലായിട്ടിരിക്കുന്ന ഒരു എക്സ്റേ. ഡോക്ടർ എന്താ ഡോക്ടർ ഇങ്ങനെ ആലോചിക്കുന്നത്? ഞാനേടോ ഒരു സർജറി കഴിഞ്ഞ് വരവാ. ഒരു 3-4 സർജറി ബ്ലേഡും ഒരു 5-6 കത്രികയും ഒരു ഡസം പഞ്ഞിയായിട്ട് പോയതാ. ഇപ്പോൾ വന്നപ്പോൾ ഇത് മാത്രമേ മിച്ചമുള്ളൂ. ബാക്കി എവിടാണോ എന്തോ. അപ്പോൾ ഓപ്പറേഷൻ സക്സസ് ആയോ ഡോക്ടറെ? പിന്നെ ഞാനല്ലേ ചെയ്തത്, സൂപ്പറായി. രോഗിയുടെ അവസ്ഥ എന്താണ്? രോഗി തട്ടിപ്പോയിട്ടുണ്ട്. മരിച്ചാ? അതിന് താൻ എന്തിനാണോ ഈ ടെൻഷൻ അടിക്കുന്നത്? ഇതൊക്കെ സ്വാഭാവികമല്ലേ, മനുഷ്യന്മാരായി മരിക്കും. ഇതൊരു 50 വർഷം മുമ്പേ മരിച്ചു എന്നല്ലേ ഉള്ളൂ. ഇവിടെ ഇങ്ങനെ ഇതൊക്കെ നിസ്സാരം. ഇതാരെയും കളിയാക്കാനോ കുറ്റപ്പെടുത്താനോ ആക്ഷേപിക്കാനോ അല്ല, ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. ഓരോ ജീവനും വിലപ്പെട്ടതാണ്, അതിനെ നിസ്സാരമായി കാണരുത്. വീട്ടിലുള്ളവർക്ക് വേദനിക്കുമ്പോഴേ നമുക്ക് നോവുമല്ലേ? പാവപ്പെട്ടവന്റെ ജീവന് ഇവിടെ വിലയില്ലേ? അബദ്ധങ്ങൾ സംഭവിക്കാം. ഒരിക്കലും ഒരാളും മനഃപൂർവ്വം അങ്ങനത്തെ ഒരു സർജറി ചെയ്യില്ല, ഒരബദ്ധം കാണിക്കത്തുമില്ല. പക്ഷേ അബദ്ധങ്ങൾ സംഭവിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് അത് എത്രയും പെട്ടെന്ന് തിരുത്തലാണ്. ന്യായീകരിക്കാൻ നിൽക്കരുത്. പൊതുസമൂഹം ചിലപ്പോൾ അത് കേട്ടുകൊണ്ട് നിൽക്കില്ല, അവർ പ്രതികരിക്കും.